ഡോക്ടർ വിദ്യ വിമൽ തുടരുന്നുണ്ട്. ഒപ്പം ആജ്ഞയിലേക്ക് ഒരിക്കൽ കൂടി. ഞാൻ നേരത്തെ ആശുപത്രി പരിസരത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. തീർച്ചയായും നിരവധി കുട്ടികൾ ആശുപത്രികളിൽ എത്താറുണ്ട് പലതരത്തിലുള്ള അസുഖവും ഒക്കെയായി ബന്ധപ്പെട്ട്. ഇപ്പോഴിങ്ങനെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കഫ് സിറപ്പ് കഴിച്ച കുട്ടികൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ രക്ഷിതാക്കളുടെ ആശങ്ക വലുതാണ്. അതിൽ ഈ മേഖലയിലെ മറ്റു ഡോക്ടർമാർക്കടക്കം എന്തൊക്കെ പ്രതികരണങ്ങളാണ് നൽകാൻ സാധിക്കുന്നത്? അഭിലാഷം, നമ്മളോടിപ്പം ഡോക്ടർ വിനീത കേസുണ്ട്. അദ്ദേഹം ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റാണ്, അതുപോലെ പീഡിയാട്രീഷ്യനാണ്. ഡോക്ടർക്ക് എന്തായാലും കുഞ്ഞുങ്ങൾക്ക് നൽകിയ മെഡിസിൻ എന്നുള്ള നിലയിൽ കുറച്ചുകൂടി ഒരു അവയർനെസ് എന്നുള്ള നിലയിലും കുറച്ചുകൂടി ആധികാരികമായി സംസാരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഡോക്ടറിലേക്ക് ചോദിക്കാം. ഡോക്ടർ, ഈ DAG എന്ന് പറയുന്ന കണ്ടന്റിൻ്റെ അതിപ്രസരമാണ് ഈ മരുന്നിൽ കോൾട്രിഫിൽ കണ്ടെത്തിയതെന്നാണ് പറയുന്നത്. അപ്പം പ്രത്യേകിച്ചും ഈ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു ബാച്ച് ഓഫ് മെഡിസിൻ ഈ 13 ബാച്ചിലാണ്. അത് കേരളത്തിലേക്ക് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കഫ് സിറപ്പ് സജസ്റ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രത്യേകിച്ചും ഇത് ചുമലക്ഷണങ്ങളാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് ഈ അപകടകരം ആകുന്നത് കഫ് സിറപ്പുകൾ? കോഫ് സിറപ്പ് എന്ന് പറയുമ്പോൾ ഡോക്ടർമാർ ചുമയുടെ മരുന്ന് പല ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യും. ഇതൊരു കാടടച്ച് വെടിവെക്കുന്ന പോലെ ഒരു നമ്മൾ പറയുന്ന കോഫ് സിറപ്പ് ചുമമരുന്ന് നിരോധിച്ചു. ആ ചുമമരുന്നിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പലതരം മരുന്നുകൾ അതിലുണ്ടാവും. ജലദോഷത്തിനുള്ളതുണ്ടാവും, സ്റ്റഫി നോസിനുള്ളതുണ്ടാവും. അതേസമയം ചുമ കുറയ്ക്കാനായിട്ട്, അതായത് ബ്രോങ്കോ ഡയലറ്റേഷൻ, അതാണ് യൂഷ്വലി പീഡിയാട്രീഷ്യൻസ് കൂടുതൽ എഴുതുന്ന മരുന്ന് എന്ന് പറഞ്ഞാൽ ബ്രോങ്കോ ഡയലറ്റേഴ്സാണ്. അതായത് ശ്വാസക്കുഴൽ, അതായത് ആസ്മ പോലെ അലർജി പോലെ വന്നിട്ട് ശ്വാസനാളം ഒന്ന് ചുരുങ്ങിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ചുമ വരും. അങ്ങനത്തെ ചുമയ്ക്കാണ് നമ്മൾ സാധാരണ കൂടുതലും മരുന്ന് എഴുതുന്നത്. അപ്പോൾ ചുമ മരുന്ന് നിരോധിക്കുക എന്ന് പറയുമ്പോൾ അത് ജനങ്ങളിൽ വളരെ ചെറിയൊരു ആശങ്ക ഉണ്ടാവും. കാരണം ചുമ ഉണ്ടാവും താനും കുട്ടികൾക്ക്, പക്ഷേ മരുന്ന് കൊടുക്കാനും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ മരുന്നുകൾ ഒന്ന് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്ത് മരുന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് മരുന്നിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് നടത്തിയിട്ട് വേണം മരുന്നുകൾ കൊടുക്കേണ്ടതെന്നാണ് ഞങ്ങൾ പീഡിയാട്രീഷ്യൻസിൻ്റെയൊക്കെ ഒരു അഭിപ്രായം. പിന്നെ മരുന്നുകൾ അധികം ഇങ്ങനെ കോമ്പിനേഷനായിട്ട് പലതരം മരുന്നുകൾ ഒരുമിച്ചുള്ള ഒരു ഇറാഷണൽ കോമ്പിനേഷൻസ് പലപ്പോഴും ഉപയോഗിച്ച് കാണാറുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുക. ഡോക്ടർമാർ കൂടുതൽ ഉപയോഗിക്കുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഈ അലർജി സംബന്ധമായ, അപ്പോൾ ബ്രോങ്കോ ഡയലേറ്റേഴ്സാണ്, സാൽബ്യൂട്ടമോൾ വിഭാഗത്തിലുള്ള മരുന്നുകൾ നമ്മൾ എഴുതും. അതിനൊന്നും ഒരു കുഴപ്പവും സോഫാർ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം മരുന്നുകൾ കൊടുക്കും. പിന്നെ ചുമച്ച് കഫം അലിയിച്ച് പോകാനുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്, ആംബ്രോക്സോളൊക്കെ ഉള്ള. അപ്പോൾ ഇതെല്ലാം കോമ്പിനേഷനായിട്ടും ഒറ്റയ്ക്കുമുണ്ട്. അപ്പോൾ കഴിവതും ഒറ്റയ്ക്കുള്ള മരുന്നുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിനൊരു പ്രതിവിധി. പിന്നെ ഈ മൂക്കടപ്പ്, ജലദോഷം എന്നുള്ള മരുന്നുകൾ, ചില മരുന്നുകൾ ഓൾറെഡി നിരോധിച്ചിട്ടുള്ളതാണ്. ചില പ്രായത്തിൽ ചെറിയ 4 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫിനൈലെഫ്രിൻ പോലുള്ള മരുന്നുകൾ ഓൾറെഡി നിരോധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയുള്ള, പിന്നെ വളരെ റെയറായിട്ട് എഴുതാറുള്ള കോഫ് സപ്രസൻ്റ് എന്ന് പറഞ്ഞ മരുന്നുകളുണ്ട്, കുത്തിച്ചുമയ്ക്കുള്ള മരുന്നുകൾ, ചുമ സപ്രസ് ചെയ്യാനുള്ള അങ്ങനത്തെ മരുന്നുകളൊക്കെ പലപ്പോഴും കോമ്പിനേഷൻ, ഡെക്സ്ട്രോമെത്തോർഫിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, കോമ്പിനേഷനായിട്ടാണ് കാണാറ്. ആ മരുന്നുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രതിവിധി. പിന്നെ DG എന്ന് പറയുന്ന അതൊരു സോൾവെൻ്റാണ്. അതായത് മരുന്ന് ഒരു കാരിയറും അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് സിറപ്പ് ഫോമിലേക്ക് മാറ്റുന്നത്. ഗുളിക ടാബ്ലറ്റ് ഫോമിൽ നിന്ന് സിറപ്പ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ചേർക്കുന്ന സാധനങ്ങൾ, അതിൻ്റെ എല്ലാം ക്വാളിറ്റിയും അത് വേണ്ട അളവിൽ കൂടുതലുണ്ടോ എന്നുള്ളതും നമ്മൾ പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതാണ്. ഇപ്പോൾ ഇങ്ങനെ ചുമ മരുന്ന് നിരോധിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും ആകെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. അതൊന്ന് ദൂരീകരിച്ച് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ എപ്പോഴും കോമ്പിനേഷൻ ഉപയോഗിക്കാതിരിക്കുക, ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകൾ മാത്രം കൊടുക്കുക, ഓവർ ദ കൗണ്ടർ കൊടുക്കാതിരിക്കുക, അനാവശ്യമായ മരുന്നുപയോഗം നിർത്തുക. ചെറിയ 6 മാസം താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മൂക്കടപ്പിനൊക്കെയുള്ള മരുന്നുകൾ കഴിവതും ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ച് ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. ഈ മുൻപും ഇങ്ങനെ കഫ് സിറപ്പ്, അതായത് കഫ് സിറപ്പിൻ്റെ ഇതുമായിട്ട് കെമിക്കൽ ഇതുമായിട്ട് വേരിയേഷനുമായി ബന്ധപ്പെട്ടിട്ടൊരു ഫെൻസുഡേൽ എന്നും പറഞ്ഞിട്ട് ഒരു മെഡിസിൻ ഇങ്ങനെ കുട്ടികൾ വാങ്ങി, അതായത് അധികം ഈ ലഹരിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം, അത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് കൊടുക്കാൻ പാടില്ല എന്നൊരു ഇതും കൂടി മുൻപ് ആരോഗ്യവകുപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഇതിൻ്റെ കോണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ ആളുകളെ ഭയങ്കരമായി മോശമായി, അതായത് ഹെൽത്തി എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്ന് അൺഹെൽത്തി ഒരു വേർഷനിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ്.
ഏത് മരുന്നായാലും ഫെൻസിഡൈനൊന്നും നമ്മൾ പീഡിയാട്രീഷ്യൻസ് അങ്ങനെ എഴുതുന്ന മരുന്നുകളൊന്നുമല്ല. അതൊക്കെ CNS സ്റ്റിമുലൻ്റ് ഒക്കെ ആയിട്ടുള്ള മരുന്നുകളാണ്. ഒരു മരുന്നും ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാൻ പാടുള്ളതല്ല. കുഞ്ഞു കുട്ടികൾക്കൊന്നും എന്തായാലും ഇങ്ങനത്തെ ഒരു മെഡിസിൻ, ഇപ്പോൾ ഞാൻ പീഡിയാട്രിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 10-25 വർഷമായി. ഇങ്ങനത്തെ ഒരു മരുന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എഴുതിയിട്ടില്ല, എഴുതേണ്ട ആവശ്യമില്ല കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അങ്ങനത്തെ മരുന്നുകൾ ആരെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എഴുതുന്നൊന്നല്ല, ഇവിടെ കഫ് സിറപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. അപ്പോൾ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും മരുന്നുകൾ ആർക്കായാലും കൊടുക്കാതിരിക്കുക. ഇതിൽ ഡൈഎത്തിലീൻ എന്താണ് ഗ്ലൈക്കോൾ അല്ലേ, ഡയത്തിലിൻ ഗ്ലൈക്കോൾ, പിന്നെ ആൻറ്റി ഹിസ്റ്റമിൻസ്, ഇതിൻ്റെയൊക്കെ ഒരു പ്രപ്പോർഷൻ ഉണ്ടാവുമല്ലോ, അതിനുണ്ടാകുന്ന വേരിയേഷൻ ആവുമായിരിക്കുമോ ഇപ്പോൾ ഈ കോൾഡ്രിഫിനുണ്ടായിട്ടുള്ള ഈ ഒരു മരണകാരണമായിട്ടത് മാറിയിട്ടുണ്ടാവുക, അങ്ങനെ ആയിരിക്കുമോ? ഇപ്പോൾ ആ പെർട്ടിക്കുലർ മരുന്നിൽ ആ പെർട്ടിക്കുലർ ബാച്ചിൽ DG കൂടുതലായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഒരു ലെവൽ ഉണ്ടാവും, ഇത്ര പെർസെൻറ്റിൽ കൂടുതൽ കൂടാൻ പാടില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ഒരു മരുന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രോപ്പർ ചെക്കിങ്, ഒരു ക്വാളിറ്റി കൺട്രോൾ എന്തായാലും മരുന്നിന് ആവശ്യമാണ്. പിന്നെ ആൻറ്റി ഹിസ്റ്റമിൻസ് ആസ് സച്ച് അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ല. അത് കൊടുക്കേണ്ട ഡോസിലും അങ്ങനെ കൊടുത്താൽ, ആ പ്രായത്തിന് ഓരോ പ്രായത്തിനുള്ള മരുന്നുകൾ മാത്രം കൊടുത്താൽ വലിയ കുഴപ്പങ്ങളില്ലാതെ പോകും. ടെസ്റ്റിംഗ് പ്രോപ്പർ ക്വാളിറ്റി അസസ്, നല്ല മരുന്നാണോ, അത് നല്ല എന്താ പറയുക, ഡ്രഗിൻ്റെ ക്വാളിറ്റിയാണ് എപ്പോഴും, മനുഷ്യന് പറ്റിയതാണോ, അത് ഇനി ചിലപ്പോൾ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന അങ്ങനത്തെ പോലത്തെ മരുന്നാണോ മനുഷ്യന് കൊടുത്തതെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ക്വാളിറ്റി ആൻഡ് പ്യൂരിറ്റി ഷുഡ് ബി. സംശയം കൂടി ചോദിക്കട്ടെ, മ്യൂസിനാക്ക് പോലത്തെ ഈ മെൽറ്റ് ചെയ്യുന്ന, അത് കഫത്തേക്ക് മെൽറ്റ് ചെയ്ത് കഴിയുന്ന മരുന്നുകളുണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് ചുമയ്ക്കാൻ പ്രയാസം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. അപ്പം പൊതുവെ ആളുകൾക്ക് ഈ ഒരു പേടിയുള്ളത്, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചുമയോ കഫ് സിംറ്റംസ് എന്തെങ്കിലും കണ്ടാൽ അത് ന്യൂമോണിയ ആകുമോ, അതുകൊണ്ടായിരിക്കില്ലേ ഒരു പക്ഷേ പെട്ടെന്നൊരു അത് റിസ്ക് എടുക്കാതെ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു കഫ് സിറപ്പ് കൊടുത്ത് ചുമയ്ക്കുള്ള മരുന്ന് കൊടുത്ത് അങ്ങനെ നിയന്ത്രിക്കാം എന്ന് പെട്ടെന്ന് വിചാരിക്കുന്ന അങ്ങനെ ആയിക്കൂടെ? അതുപോലെ ഈ മ്യൂസിനാക്കും അതും സേഫാണോ, ഇങ്ങനെ ഈ കഫം അലിയിച്ച് കളയുന്ന ഒരു പ്രൊസീജിയറുള്ള മരുന്നുകളൊക്കെ? മ്യൂസിനാക് എന്ന് പറഞ്ഞാൽ കഫം മ്യൂക്കോലൈറ്റിക് ആണ്, കഫം അലിയിക്കുന്ന മരുന്നാണ്. പിന്നെ അതിന് കുറച്ച് ആൻറ്റി ഓക്സിഡൻറ്റ് കമ്പോണൻ്റ് ഒക്കെ ഉണ്ട്. അത് ഒത്തിരി ഗുണങ്ങളുള്ള മരുന്നാണ്. അപ്പോൾ അത് പിന്നെ ആദ്യമേ പറയട്ടെ, ന്യൂമോണിയയുടെ ലക്ഷണം ചുമയല്ല, പനിയാണ്. എന്തുകൊണ്ടും ഒരു അസുഖം ഒരു കുഞ്ഞിന് വന്ന് നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്ന ഒരു കുഞ്ഞാണ്, ആ കുഞ്ഞിന് അസുഖം വന്നാൽ ഓടിപ്പോയൊരു മെഡിക്കൽ ഷോപ്പിൽ പോയൊരു മെഡിസിൻ വാങ്ങി കൊടുക്കലല്ല ഒരു പ്രതിവിധി. ഒരു ഡോക്ടറെ കാണിച്ച് അസുഖം, ഇപ്പം നിങ്ങൾക്ക് ന്യൂമോണിയ സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നിങ്ങൾ ദൂരീകരിക്കുക, കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് ഈ കൂട്ടത്തിൽ അതിനെ ഒരു വില്ലനാക്കി, ബ്രോങ്കോ ഡൈലേറ്റേഴ്സിനെയും മ്യൂക്കോലൈറ്റിക്കിനെയും അതായത് കഫ അലിയിക്കുന്ന മരുന്നിനെ ഒരു വില്ലനാക്കി ചിത്രീകരിക്കേണ്ട കാര്യമില്ല. ഏത് മരുന്നിൻ്റെയും അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് അത് മനുഷ്യന് പറ്റിയതാണോ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും നോക്കേണ്ടത്. 25 years ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനിടയിൽ ഇപ്പം ഈ ഒരു ഇതിൽ ഈ ഒരു ആപത്തിൽ എന്താണ് ഡോക്ടർക്ക് മൊത്തത്തിൽ പാരൻസിന് നൽകാനുള്ള ഒരു മെസ്സേജ് എന്താണ്? പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങൾ നമുക്ക് പ്രഷ്യസാണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും ഓവർ ദ കൗണ്ടർ മരുന്ന് വാങ്ങാൻ പോകരുത്. ഡോക്ടർമാരെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരെ കണ്ട് തന്നെ, ആസ്പത്രിയിലായിക്കോട്ടെ, ഹോസ്പിറ്റലായിരിക്കണമല്ലോ എപ്പോഴും നല്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട്, എത്ര തിരക്കാണെങ്കിൽ പോലും ഡോക്ടറെ കണ്ടിട്ട് മാത്രം മരുന്ന് വാങ്ങുക. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്ന് മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അവർക്ക് മാത്രമേ അതിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി അവർക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് നോക്കി തന്നെ മരുന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അതിന് അഭിലാഷ ശരിക്കും കാരണം വെച്ചാൽ പ്രത്യേകിച്ചും റിസ്ക് എടുക്കാതിരിക്കുക, ഡോക്ടേഴ്സിനെ കാണുക. ഇപ്പം അഭിലാഷ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ തന്നെയാണ് അപകടത്തിലേക്ക് നയിച്ചത്. എന്നിരുന്നാൽ പോലും തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് കഫ് സിറപ്പ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ചുമയ്ക്കും ജലദോഷത്തിനും പനിക്കും ഒക്കെ മരുന്ന് കൊടുക്കുന്ന പ്രവണത നിർത്തിയിട്ട് ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ആവശ്യമായ മെഡിസിൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതൊരു ഈ പറയുന്ന ഈ 13 ബാച്ചിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും പിഴവായിരിക്കാമെന്നാണ് ഡ്രഗ് കൺട്രോളർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അത്തരം മരുന്നുകൾ, ആ ഒരു ബാച്ചിലുള്ള മരുന്നുകളെല്ലാം ഈ നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും കുറച്ച് ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. അഭിലാഷ്. ആജ്ഞയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം ഡോക്ടർമാരുടെ വിദഗ്ധ നിർദ്ദേശവും പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അനാവശ്യമായി മരുന്ന് കൊടുക്കുന്നതും ഒഴിവാക്കണം. അതേസമയം കുട്ടികൾക്ക് ചുമ ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്കല്ല നിൽക്കേണ്ടത്. ഡോക്ടർമാരെ കണ്ട് കൃത്യമായി രോഗനിർണയം നടത്തി മരുന്ന് നൽകുകയാണ് വേണ്ടത്.